മുംബൈയിലെ ബോട്ട് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിലാണ് മൂന്നംഗ മലയാളി കുടുംബം. അപകട സമയത്ത് ആരും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നില്ലെന്ന് മാത്യു ജോർജും ഭാര്യ നിഷയും പറഞ്ഞു. രക്ഷപ്പെടുത്തിയെങ്കിലും 8 വയസ്സുകാരനായ മകൻ എവിടെയെന്ന് അറിയാൻ കഴിയാതിരുന്നത് പത്തനംതിട്ട കൈപ്പാട്ടൂർ സ്വദേശികളായ ദമ്പതികളെ ഏറെ നേരം ആശങ്കയിലാഴ്ത്തി. നാവികസേനയുടെ സ്പീഡ് ബോട്ട് ദിശ മാറി വന്ന് ഇടിക്കുമെന്ന് യാത്രാ ബോട്ടിലെ ആളുകൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ലൈഫ് ജാക്കറ്റ് ധരിക്കാതെയായിരുന്നു ഉല്ലാസയാത്ര. മുങ്ങുന്ന ഘട്ടത്തിലാണ് ലൈഫ് ജാക്കറ്റ് ഇടാൻ നിർദ്ദേശം കിട്ടിയതെന്ന് മാത്യു ജോർജും ഭാര്യ നിഷയും പറയുന്നു. ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രം. മകൻ 8 വയസ്സുകാരൻ ഏബൽ ഉൾപ്പെടുന്ന സംഘത്തെ ആദ്യം ബോട്ടിൽ രക്ഷപ്പെടുത്തി JNPT തീരത്ത് എത്തിച്ചു. പിന്നീടാണ് മാത്യുവിനെയും നിഷയെയും മുംബൈയിലെ ഡോക്യാർഡ് ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് കുട്ടിയെ കാണാതിരുന്നത് രക്ഷിതാക്കൾക്ക് ആശങ്കയായി. തുടർന്ന് അർദ്ധരാത്രിയോടെ പോലീസ് ഇടപെട്ട് കുട്ടിയുടെ അമ്മാവൻ താമസിക്കുന്ന മുംബൈ ചാന്ദിവാലിയിലെ വീട്ടിലേക്ക് കുട്ടിയെ എത്തിച്ചതോടെയാണ് ആശങ്കയ്ക്ക് വിരാമമായത്. 4 ദിവസം മുൻപാണ് പത്തനംതിട്ട കൈപ്പാട്ടൂർ സ്വദേശികളായ ദമ്പതികൾ മുംബൈയിലെ സഹോദരൻ്റെ വീട്ടിലെത്തിയത്. അതേസമയം അപകടത്തിൽ കാണാതായ മറ്റ് 2 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. 13 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുട്ടി ഒറ്റപ്പെട്ട് ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഞാൻ വാർത്ത ചെയ്തിരുന്നു. എല്ലാവരും സഹകരിച്ച് ഷെയർ ചെയ്യുകയും അതുപോലെ കുട്ടിയെ തിരിച്ചു കിട്ടുകയും ചെയ്തു. ദൈവത്തിന് നന്ദി. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. അതിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ.